ഒരുപാട് പേർ റിക്വസ്റ്റ് ചെയ്തൊരു വീഡിയോ ആണ് ഏനപ്പുഴയുടെ കിന്യാൻ ക്യാമ്പസ് അല്ലെങ്കിൽ ആയുഷ് ക്യാമ്പസിൻ്റെ ഒരു വ്ളോഗ് ചെയ്യുമെന്നുള്ളത്. അപ്പോൾ ഇനി നമ്മൾ വരുന്ന എല്ലാ കോഴ്സസിനും പുതിയ ക്യാമ്പസായ കിന്യ ക്യാമ്പസിലാണ് ക്ലാസ്സസും കാര്യങ്ങളൊക്കെ ഉണ്ടാകാൻ പോകുന്നത്. നമ്മൾ കൾച്ചറൽ പ്രോഗ്രാംസ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു വീക്ക്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമ്മളൊരു കോസ്റ്റ്യൂം കളറിൽ 1 വീക്ക് നമുക്ക് പല ക്യാരക്ടറിൽ നമുക്ക് കോസ്റ്റ്യൂംസ് ഉപയോഗിക്കാൻ വേണ്ടി പറ്റും. അതിനോടൊപ്പം തന്നെ നമ്മൾ കൾച്ചറൽ പ്രോഗ്രാമിൻ്റെ വിശേഷങ്ങളും നമ്മുടെ ക്യാമ്പസിൻ്റെ ടൂർ വിശേഷങ്ങളും നമുക്ക് ഈ ഒരു വീഡിയോനകത്ത് കാണാം. ഹൈ ഫ്രണ്ട്സ്, വെൽക്കം ടു അനദർ വ്ളോഗ്. അപ്പം ഒരുപാട് പേർ റിക്വസ്റ്റ് ചെയ്തൊരു വീഡിയോ ആണ് ഏനപ്പുഴയുടെ കിന്യാൻ ക്യാമ്പസ് അല്ലെങ്കിൽ ആയുഷ് ക്യാമ്പസിൻ്റെ ഒരു വ്ളോഗ് ചെയ്യുമെന്നുള്ളത്. നമ്മൾ ഏനപ്പുഴയുടെ ഓൾമോസ്റ്റ് എല്ലാ യൂണിവേഴ്സിറ്റിയും വ്ളോഗ് ചെയ്തിട്ടുണ്ട്. കുളൂർ ചെയ്തിട്ടുണ്ട്, മുരിപ്പൂ ചെയ്തിട്ടുണ്ട്. ഈ 2 ക്യാമ്പസിലാണ് നമ്മൾ ക്ലാസ്സസ് ഇതുവരെ ഉണ്ടായിട്ടുള്ളതും. അപ്പോൾ ഇനി നമ്മൾ വരുന്ന എല്ലാ കോഴ്സസിനും പുതിയ ക്യാമ്പസായ കിന്യ ക്യാമ്പസിലാണ് ക്ലാസ്സസും കാര്യങ്ങളൊക്കെ ഉണ്ടാകാൻ പോകുന്നത്. രാവിലെ തന്നെ നമ്മളെ മെയിൻ ക്യാമ്പസ് നമ്മുടെ ക്ലാസ്സസൊക്കെ നടക്കുന്ന മുരിപ്പൂ ക്യാമ്പസിലേക്കാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ കൾച്ചറൽ പ്രോഗ്രാംസ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു വീക്ക്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമ്മളൊരു കോസ്റ്റ്യൂം കളറിൽ 1 വീക്ക് നമുക്ക് പല ക്യാരക്ടറിൽ നമുക്ക് കോസ്റ്റ്യൂംസ് ഉപയോഗിക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ അതിനോടൊപ്പം തന്നെ നമ്മൾ കൾച്ചറൽ പ്രോഗ്രാമിൻ്റെ വിശേഷങ്ങളും നമ്മുടെ ക്യാമ്പസിൻ്റെ ടൂർ വിശേഷങ്ങളും നമുക്ക് ഈ ഒരു വീഡിയോനകത്ത് കാണാം. നേരെ മുതിപ്പൂ ക്യാമ്പസിലേക്കാണ് രാവിലെ തന്നെ നമ്മൾ എത്തിയിട്ടുള്ളത്. അപ്പോൾ ഇവിടുന്ന് ബ്രേക്ക്ഫാസ്റ്റും കഴിച്ച് നമ്മൾ അറ്റൻഡൻസും കൊടുത്തിട്ട് വേണം നമുക്ക് കിന്യ ക്യാമ്പസിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരു ദോശ കഴിച്ചിട്ടുണ്ട്. അങ്ങനെ നേരെ ക്ലാസ്സിലും കയറി നമ്മൾ അറ്റൻഡൻസും കാര്യങ്ങളൊക്കെ കൊടുത്ത് നേരെ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഈ ഒരു ക്യാമ്പസിലാണ് BBA BCA പോലത്തെ കോഴ്സസൊക്കെ ഇനി ക്ലാസ്സസും കാര്യങ്ങളൊക്കെ ഉണ്ടാകാൻ പോകുന്നത്. അപ്പോൾ ഉച്ചയാവാറായപ്പോഴത്തേക്കും നമ്മൾ ബസ് എത്തിയിട്ടുണ്ട്. അപ്പോൾ ബസ്സിൽ കയറിയിട്ടാണ് നമ്മൾ നേരെ കിന്യ ക്യാമ്പസ് അല്ലെങ്കിൽ ആയുഷ് ക്യാമ്പസിലേക്ക് നമ്മൾ പോകുന്നത്. കോളേജ് ബസ്സിൽ ഇങ്ങോട്ടേക്ക് വരാൻ വേണ്ടി നമുക്ക് ഈസി ആയിട്ട് എത്താൻ വേണ്ടി പറ്റും. പക്ഷേ പുറമേ നിന്ന് പ്രൈവറ്റ് ബസ്സിൽ നമുക്ക് വരുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇങ്ങോട്ടുള്ള വണ്ടീൻ്റെ ഫെസിലിറ്റീസ് കുറവാണ്. അപ്പോൾ എനിവേ നമ്മൾ ക്യാമ്പസിൻ്റെ ഉള്ളിലേക്ക് എൻ്റർ ആയിട്ടുണ്ട്. ഹോമിയോപ്പതി, നാച്ചുറൽപ്പതി, ആയുർവേദ, അതേപോലെ ഫിസിയോതെറാപ്പി ഈ വക കോഴ്സസ് ഒക്കെ ഇവിടെ ഓൾറെഡി റൺ ഔട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണ്. പഴയ വീഡിയോസ് കണ്ടവർക്ക് അറിയാൻ വേണ്ടി പറ്റും. നമ്മൾ ഹലൈഡ് ഹെൽത്ത് സയൻസിൽ പഠിക്കുന്ന ഒരു കോഴ്സസിനും ഇന്നേ വരെ അവർക്ക് ജെന്യുവൻ ആയിട്ട് ഒരു ക്യാമ്പസ് ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇനി അങ്ങോട്ടേക്ക് വരുന്ന എല്ലാ ഹലൈഡ് ഹെൽത്ത് സയൻസ് കാറ്റഗറിയിലുള്ള കോഴ്സസിൻ്റെയും ക്ലാസ്സസ് ഈ ഒരു ക്യാമ്പസിൽ വെച്ചിട്ടാണ് നടക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മളെ പരിപാടിയും ഈ ഒരു ക്യാമ്പസിലാണ് ഉള്ളത്. ഏറ്റവും താഴെയാണ് ഇവരെ കഫേ വന്നിട്ടുള്ളത്. ചെറിയൊരു കഫേ ആണ്. അതേപോലെ വെള്ളം കുടിക്കാനുള്ള സൗകര്യം എല്ലാ ഫ്ലോറിലും സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് ഫ്ലോറിലാണ് നമ്മൾ ഈ ഒരു പരിപാടി നടക്കുന്നത്. പരിപാടി കുഴപ്പമില്ലാണ്ട് നല്ല രീതിക്കാണ് അടിപൊളിയായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഓരോ വർഷം കൂടുമ്പോഴും ഓരോ ബാച്ചിൻ്റെ ഇവൻറ്റ്സ് ഏനോപ്പയിലെ ഓരോ കോഴ്സിൻ്റെ ഭാഗത്തുനിന്നും കണ്ടക്ട് ചെയ്യാറുണ്ട്. അപ്പോൾ ഇപ്രാവശ്യം നമ്മുടെ 3 days ഇവിടെയാണ് വന്നിട്ടുള്ളത്. ക്യാമ്പസിൻ്റെ വിശേഷങ്ങൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ലിഫ്റ്റ് ഒരു ഭാഗം ഓപ്പൺ ആയിട്ടുള്ളൂ. ബാക്കി പണികൾ നടന്നുകൊണ്ട് നിൽക്കുകയാണ്. ക്ലാസ്സസും കാര്യങ്ങളൊക്കെ സെറ്റാണ്. ഇപ്പോൾ ഓൾറെഡി ഇവിടെ ക്ലാസ്സസും കാര്യങ്ങളൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. എന്നാലും വർക്കും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു 7 നില ബിൽഡിംഗ് ആണ്. പക്ഷേ ഓരോ ഫ്ലോറും നല്ല കളർഫുൾ ആയിട്ടാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അതേപോലെ തന്നെ മുകളിലേക്ക് പോകും തോറും ഇതിൻ്റെ വ്യൂ അടിപൊളിയാണ്. നല്ല ഗ്രീനറി ആയ അടിപൊളി വ്യൂ ആണ്. ഈ ഒരു വ്യൂ വരാൻ തന്നെ കാരണം ഈ ഒരു കോളേജ് ഒരു കുന്നുംപുറത്താണ്. അടുത്ത് ടൗണോ കാര്യങ്ങളോ ഇല്ല. കുറച്ചങ്ങോട്ട് ദൂരേക്ക് പോയാലേ ടൗണും കാര്യങ്ങളൊക്കെ ഉള്ളൂ. അതുകൊണ്ട് തന്നെ കോളേജിൻ്റെ ക്യാൻറ്റീനും കഫേയും മാത്രമേ ഫുഡ് കഴിക്കാനുള്ള ഓപ്ഷനുള്ളൂ. ഇങ്ങോട്ട് വരാനുള്ള ഫെസിലിറ്റി കോളേജിൻ്റെ ബസ് മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ സ്വന്തമായിട്ട് വണ്ടി വേണം. വാഷ്റൂംസും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നല്ല അടിപൊളി നീറ്റായിട്ട് തന്നെ സെറ്റ് ചെയ്തിട്ടുള്ളത്. നമ്മൾ പ്രോഗ്രാംസ് ആണെങ്കിൽ ഇതിൻ്റെ ഇടയിൽ കൂടി നല്ല അടിപൊളിയായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആ സൈഡ് കാണുന്ന പച്ച ഷീറ്റാണ് അവർ ക്യാൻറ്റീൻ വന്നിട്ടുള്ളത്. വ്യൂ ആണെങ്കിൽ അടിപൊളിയാണ്. അങ്ങ് ദൂരെ കാണുന്നതാണ് ഹോസ്റ്റൽ. പിന്നെ പ്രയറുകളും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. ഒരു ഫ്ലോർ പണിയും കാര്യങ്ങളൊക്കെ നടക്കുന്ന നമുക്ക് കാണാൻ വേണ്ടി പറ്റും. പുറത്തത്തെ ഭാഗത്ത് പറയാന്നുണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ട് ഫോട്ടോജനിക് ആയിട്ടാണ് ഗ്രീനറി ആയിട്ട് ഓരോ കല്ലും സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. പല പല സെക്ഷൻ ആയിട്ട് പല പല കോഴ്സസിന്റെ ക്യാമ്പസ് അപ്പുറപ്പുറമൊക്കെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. നമ്മളൊരു ഡേയിൽ ഓരോ ഡേക്കും ഓരോരോ കോസ്റ്റ്യൂമും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ആ രീതിയിലാണ് നമ്മൾ പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെ പോകുന്നത്. നോർമലി ഒരു വീക്ക് നീണ്ടു നിൽക്കുന്ന ഒരു അടിപൊളി കൾച്ചറൽ ഇവന്റ് ആണ് നടക്കാറുള്ളത്. അപ്പോൾ 3 ദിവസം നമുക്ക് ഈ ഒരു ക്യാമ്പസിലും ബാക്കി 3 ദിവസം മെയിൻ ക്യാമ്പസിൽ ഒരു വലിയൊരു ഹോൾ വരുന്നുണ്ട്. അവിടെ വെച്ചിട്ടുമാണ്. അങ്ങനെ ഇന്നത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ മെയിൻ ക്യാമ്പസിന്റെ ഭാഗത്തേക്ക് വന്നിട്ടുണ്ട്. അങ്ങനെ ലാസ്റ്റ് ഫൈനൽ ഡേ ആണ് നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത്. അതാണ് ഏറ്റവും അടിപൊളി പരിപാടി. സ്റ്റേജൊക്കെ വേറെ തന്നെ അറേഞ്ച്മെന്റും കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നു. കേരളത്തിലെ കുറച്ച് ഫേമസ് ആയ റാപ്പേഴ്സ് വന്നിട്ടാണ് ഈ ഒരു ഇവന്റ് അവർ കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ അവരെ ഇൻവൈറ്റ് ചെയ്തിട്ട് അവരെയാണ് പ്രോഗ്രാംസും കാര്യങ്ങളും ഉച്ചയ്ക്ക് ശേഷം കണ്ടക്ട് ചെയ്യുന്നത്. അതുവരെ നമ്മളിവിടെ ഫാക്കൽറ്റീസും സ്റ്റുഡൻസിന്റെ ഭാഗത്തു നിന്നുള്ള പാട്ടും ഡാൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആരാന്ന് ഞാൻ
ഞാൻ മെൻഷൻ ആക്കുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടിട്ട് കണ്ടെത്താൻ പറ്റുന്നുണ്ടെങ്കിൽ കമൻറ്റിൽ മെൻഷൻ ചെയ്യുക. അടിപൊളി പരിപാടിയായിരുന്നു. കോപ്പിറൈറ്റിൻ്റെ ഇഷ്യൂ കാരണമാണ് അവരെ യഥാർത്ഥത്തിലുള്ള സൗണ്ടും കാര്യങ്ങളും നമ്മളിതിൽ ആഡ് ചെയ്യാൻ പറ്റുക. നോർമലി ഇപ്പം എല്ലാവരും ഏനപ്പയിലാണ് അഡ്മിഷൻസും കാര്യങ്ങളൊക്കെ +2 കഴിഞ്ഞിട്ട് നോക്കുന്നത്. അപ്പോൾ എല്ലാവരും മെയിൻ യൂണിവേഴ്സിറ്റീൻ്റെ വീഡിയോസും കാര്യങ്ങളും കണ്ടിട്ടാണ് ഇങ്ങോട്ടേക്ക് വരുന്നത്. പക്ഷേ അവിടെ അല്ല നമ്മുടെ ക്ലാസ്സസ് ഒക്കെ വരുന്നത്. ക്യാമ്പസ് വേറെ തന്നെയാണ്. മൂട്ബദ്രി എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇവർ എഞ്ചിനീയറിംഗ് കോളേജ് വന്നിട്ടുള്ളത്. അതേപോലെ തന്നെ കുളൂര്, ബൽമട്ട, മുദിപ്പു എന്നീ ലൊക്കേഷനിലാണ് ഇവർ ക്യാമ്പസ് ഒക്കെ വന്നിട്ടുള്ളത്. മെയിൻ ഏനപ്പയ യൂണിവേഴ്സിറ്റിൻ്റെ അണ്ടറിലാണ് ഇവരെ സബ്ബായിട്ട് വരുന്ന എല്ലാ യൂണിവേഴ്സിറ്റി സംഭവങ്ങളും വന്നിട്ടുള്ളത്. അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാവരും പല റീൽസും ആഡും കണ്ടിട്ട് അതിൽ മെയിൻ യൂണിവേഴ്സിറ്റിയാണ് മെയിനായിട്ട് ഫോക്കസ് ആയിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ അത് കണ്ടിട്ട് ആരും തന്നെ അഡ്മിഷനും കാര്യങ്ങളും മൂവ് ചെയ്യാൻ നിൽക്കണ്ട. യഥാർത്ഥത്തിലുള്ള ക്യാമ്പസ് മെയിൻ ക്യാമ്പസ് അല്ല. അവിടെ നമ്മൾ MBBSും അതേപോലെ തന്നെ വലിയ വലിയ എമൗണ്ട് കൊടുത്ത് പഠിക്കുന്ന കോഴ്സസും മാത്രമേ മെയിൻ ക്യാമ്പസിൽ അവൈലബിൾ ആയിട്ടുള്ളൂ. പിന്നെ മെയിൻ ക്യാമ്പസിൽ ഹോസ്റ്റലും അവൈലബിൾ ആണ്. ബാക്കിയുള്ള സബ്ബായി വരുന്ന ചെറിയ ചെറിയ എല്ലാ കോഴ്സസും ഇപ്പം എഞ്ചിനീയറിംഗ് മേഖല ആയാലും അലൈഡ് ഹെൽത്ത് സയൻസിലുള്ള കോഴ്സസ് ആയാലും അങ്ങനെ വരുന്ന എല്ലാ കോഴ്സസും വേറെ തന്നെ യൂണിവേഴ്സിറ്റീസിലാണ് വരുന്നത്. ഇനി അങ്ങോട്ടേക്കുള്ള അലൈഡ് ഹെൽത്ത് സയൻസിൻ്റെ എല്ലാ കോഴ്സസും ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ കണ്ട ആയുഷ് ക്യാമ്പസിലാണ് വരാൻ പോകുന്നത്. അതേപോലെ തന്നെ അഡ്മിഷൻ പ്രൊസീജിയർ ബന്ധപ്പെട്ടിട്ട് എന്ത് കാര്യം ഉണ്ടെങ്കിലും നേരെ തന്നെ ഇൻസ്റ്റാഗ്രാമിൽ DM ചെയ്താൽ മതി. നമ്മൾ അഡ്മിഷനും കാര്യങ്ങളൊക്കെ നമ്മൾ ഏനപ്പുഴയാണെങ്കിലും മംഗലാപുരത്ത് ഏതൊരു യൂണിവേഴ്സിറ്റിയിലും ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോത്തെ വിശേഷങ്ങൾ. അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കുക. അപ്പോൾ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യേണ്ടതാണ് കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. മറ്റൊരു കിടിലൻ വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും ബൈ.